കേരളം ഭരിക്കുന്നത് ആരാണ്? എന്താണ് അങ്ങനെയൊരു ചോദ്യം എന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകുക. കേരളം ഭരിക്കുന്നത് UDF ആണ്, അതിൻ്റെ മുഖ്യമന്ത്രി VD സതീശനാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞ് വരികയാണ്. നേരത്തെ ആരോപണം ഉയർന്നിരുന്നു, BJPക്ക് വേണ്ടി പല നിയമനങ്ങളും നടത്തുന്നു സർക്കാർ, BJPയും UDFും തമ്മിൽ ഡീലുണ്ട്, മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു, ചില നിയമനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷെ അന്നൊന്നും അത്ര വിശ്വസിച്ചിരുന്നില്ല ആരും. അതൊക്കെ നടക്കുമോ എന്നൊക്കെയായിരുന്നു ചിന്തിച്ചത്. BJPക്കെതിരെ കടുത്ത നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആളല്ലേ, നിലപാടിൻ്റെ രാജകുമാരനല്ലേ VD സതീശൻ. അദ്ദേഹം BJPയുമായി ഒരു ധാരണയിൽ എത്തുമോ? അങ്ങനെയൊന്നും നടക്കില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരും വെറുതെ പറഞ്ഞ് നടക്കുന്നതാണ്. അവർക്കിപ്പോഴും തോൽവി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊക്കെയായിരുന്നു പൊതുവെ ഉയർന്നു വന്ന ചില പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണങ്ങളും. എന്നാൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരൊറ്റ നിയമനം, അതുമാത്രം മതി BJP തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ. അതല്ലെങ്കിൽ BJPക്ക് വേണ്ടിയാണ് കേരളത്തിൽ UDF ഭരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ. ഏതാണ് ആ നിയമനം എന്നല്ലേ? അത് മറ്റൊന്നുമല്ല, ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച KB പ്രദീപിനെ കുറിച്ച് തന്നെയാണ്. KB പ്രദീപ് ഒരു കടുത്ത സംഘപരിവാറുകാരനാണ്. എന്താണ് തെളിവ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളത്, നിരവധി പോസ്റ്റുകൾ. അതിലൊന്ന് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി എന്നാൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്ന്. നരേന്ദ്രമോദി ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്നാണ്. അതുമാത്രമല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ അദ്ദേഹത്തെയും പുകഴ്ത്തി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് KB പ്രദീപ് കുമാർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ BJPയുടെ പുതിയ മുഖം വരുന്നു, എല്ലാ ആശംസകളും എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റ്. അതൊക്കെ പോകട്ടെ എന്ന് വെക്കാം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ്, അത് കോൺഗ്രസ്സുകാർ മറക്കാൻ പാടില്ലാത്തതാണ്. പൊറുക്കില്ല KB പ്രദീപിനോട് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും. പക്ഷേ VD സതീശൻ പൊറുക്കും, UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പൊറുക്കും, KPCC നേതാക്കൾ പൊറുക്കും. അതില്ലെങ്കിൽ KB പ്രദീപിനെ ഇത്തരം സുപ്രധാനമായ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുമോ? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയും. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത്: ഇന്ത്യയെ കൊള്ളയടിച്ച് കൊഴുത്താണ് ബ്രിട്ടൻ വളർന്നത്, അത് 8 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ച, അവരെ കടത്തിവെട്ടി 5ാം സ്ഥാനത്തെത്തിയ മോദിക്കെതിരെ BBC കരഞ്ഞതിൽ അത്ഭുതമില്ല. പക്ഷേ സായിപ്പിനെയും കൂട്ടുപിടിച്ച് സ്വന്തം നാടിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നത് രാഷ്ട്രീയം എന്നായിരുന്നു കുറിപ്പ്. എപ്പോഴാണ് ഈ കുറിപ്പിട്ടത്? രാഹുൽ ഗാന്ധി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നുണ്ട്. അതേക്കുറിച്ച് BBC വാർത്ത നൽകിയിരുന്നു. ആ BBC വാർത്ത അത് ശരിയാണ്, കരഞ്ഞതിൽ തെറ്റില്ല, അത് കരയും. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ പറയാൻ പാടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി അവഹേളിക്കുകയാണ്, അത് രാഷ്ട്രീയമാണ് പറയുന്നത് KB പ്രദീപ്. ഇങ്ങനെയുള്ള ഒരാളെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് പിറകിൽ? എന്തുകൊണ്ടാണ് അത്തരമൊരു നിയമനം വന്നത്? ആരാണ് ഈ പേര് നിർദ്ദേശിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറലാണ് പേര് നിർദ്ദേശിക്കേണ്ടത് നിയമവകുപ്പിന് മുന്നിലേക്ക്. അഡ്വക്കേറ്റ് ജനറൽ മുഖാന്തരമാണ് ഇതൊക്കെ കടന്നു വരേണ്ടത്. ഫയൽ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അഡ്വക്കേറ്റ് ജനറലാണോ ഈ പേര് നിർദ്ദേശിച്ചത്? അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഭിഭാഷകനായിരുന്നു, സംഘപരിവാർ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജനറൽ ആക്കിയത് തന്നെ BJPക്ക് വേണ്ടിയിട്ടാണ് എന്ന ആരോപണം നേരത്തെ ഉയർന്നു വന്നിരുന്നു. BJP ആണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അന്നൊന്നും അത് വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവന്നു എങ്കിലും ആളുകൾ അത്ര മുഖവിലക്കെടുത്തില്ല. പുതിയ സർക്കാരല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നതൊക്കെയാണ് അന്ന് ചിന്തിച്ചത്.
എന്നാൽ അങ്ങനെയല്ല എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതാ സംഘപരിവാറുകാരെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിയമിക്കുക എന്നത് BJPയുടെ സംഘപരിവാറിൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം നടത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് VD സതീശൻ. അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത് UDF അല്ല, കോൺഗ്രസ് അല്ല, കേരളം ഭരിക്കുന്നത് BJP ആണ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുണ്ട് മറ്റൊരു ഉദാഹരണം. PM ശ്രീ പദ്ധതിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തവരാണ് UDF നേതാക്കൾ. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും അതേ നിലപാടെടുത്ത ആളാണ്. UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് കൊട്ടയിലിടുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ PM ശ്രീ നടപ്പാക്കാൻ വേണ്ടി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് UDF സർക്കാർ ചെയ്യുന്നത്. മന്ത്രി ആരാണ്? മുസ്ലിം ലീഗിൻ്റെ നേതാവ്. നോക്കണം എത്രമാത്രം സമ്മർദ്ദമാണ് BJP ചെലുത്തുന്നത് കേരളത്തിലെ സർക്കാരിന് മുകളിൽ എന്നോർക്കണം. ചെറിയ കാര്യമല്ല ഇതൊന്നും. കേരളം ഭരിക്കുന്നത് ഒരു സംശയം വേണ്ട സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്.